ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ദർശനയുടെ നെപ്പോ മമ്മിയാണ് മലയാളത്തിലെ എന്നുള്ള. അത് കേട്ടപ്പോ എന്ത് തോന്നി? അത് ഞങ്ങൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇപ്പോൾ ദർശനയ്ക്ക് വേണ്ടി ഞാൻ പറയുമോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദർശനം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇത് ഞാൻ അങ്ങനെ ഒരു ഓഡിഷൻ വന്നു, ഞാൻ ചെയ്തു. അവളുടെ വഴിയിൽ അവൾ ചെയ്തു. രായട്ടൻ്റെ വഴി ഓഡിഷന് പോയി. മറ്റേ ആൾക്ക് സിനിമ വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഭാവനയ്ക്ക് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ വേണമെങ്കിൽ പറയാം അത് അങ്ങനെയാണ് സിസ്റ്റർ എന്ന് പറഞ്ഞു. പക്ഷെ അല്ലാതെ ഞങ്ങൾ 3 പേരും അപ്ന ഇപ്പോഴും ആണ്. ഒരാളും അങ്ങോട്ടും കൊടുക്കും. നിങ്ങൾ ഈ ഇടയിൽ ആരാണ് ഫസ്റ്റ് ശരിക്കും സിനിമാ ഫീൽഡിലേക്ക് വന്നത്? എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. കുറേ പേര് ചോദിച്ചു. അതാ എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി സീരിയൽ ചെയ്യണ്ടായിരുന്നു. ദർശന സിനിമയിൽ വരുമ്പോഴും ഞാൻ സീരിയൽ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് അബ്രപ്റ്റായിട്ട് നിൽക്കുക ചെയ്തത്. പിന്നെ മഴവിൽ മനോരമയിൽ അവരുടെ. അപ്പോൾ അത് പിന്നെ ഉണ്ടായില്ല. പിന്നെ ഒരുപാട് എണ്ണത്തിലേക്ക് വിളിച്ചു. എനിക്ക് പിന്നെ കുട്ടികൾക്കും യാതൊരു താല്പര്യമില്ല സീരിയൽ. അന്ന് ആദ്യത്തെ ഒരു ഇതിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു കയറാൻ ഒരു വഴി എന്നുള്ള നിലയ്ക്ക് വിളിച്ചുടനെ ഓഡിഷന് പോയിട്ട് തന്നെ കിട്ടിയത്. നല്ല ക്യാരക്ടറായിരുന്നു. ഭാവന ഫുൾ തിയേറ്റർ ആണ്. അപ്പം എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട് സിനിമയിൽ ചെയ്തൂടെ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ഓൺ ദി സ്റ്റേജ് ഉള്ള ഇത് തന്നെയാണ് ഇഷ്ടം, നാടകം തന്നെയാണ് ഇഷ്ടം. ഇപ്പൊ പറയേണ്ട പോലെ മിന്നൽ മുരളിയൊക്കെ പോലത്തെ പ്രത്യേകതയുള്ള സംഭവങ്ങൾ, യുണീക്ക് ആയിട്ടുള്ളത്. കാരണം അതൊക്കെ എപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുകയും ചെയ്യല്ലോ. അത് മാം ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിരുന്നു. അപ്പം അതിന്റെ ഒരു മോട്ടീവ് എന്തായിരുന്നു? ഒരു കൗതുകത്തിനാണോ? അല്ലല്ല, കൗതുകത്തിനല്ല. എനിക്ക് കുട്ടിക്കാലം തൊട്ടേ 2 കാര്യങ്ങളിൽ തന്നെയായിരുന്നു. ഇവൻ ഞങ്ങളുടെ കല്യാണം പോലും ഒരുപാട് പേരെ കണ്ടിട്ടാണ് ആക്കി വെച്ചത്. അപ്പം അന്ന് തൊട്ടേ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എങ്ങനെ ഇത് പറയുന്നത്, എന്തിൻ്റെ ബേസിലാണ്, ആ ഒരു ക്യൂരിയോസിറ്റി പണ്ടും ഉണ്ടായിരുന്നു എനിക്കിത്. ഇതെങ്ങനെയാണ് ഒന്നും കാണാതെ ഇവരെങ്ങനെ ഇത് പറയുന്നതെന്നുള്ളത് അതറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് തന്നെത്താൻ അനലൈസ് ചെയ്തു. പക്ഷെ പിന്നെ മനസ്സിലായ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കറക്റ്റ് ഇത് കിട്ടുന്നില്ല എന്ന് എനിക്ക് എപ്പോഴും ഒരു ഫേവറിസം വരും. നമ്മൾ നോക്കും. ഇപ്പം നമ്മളൊരു കബഡി എടുക്കുകയാണെങ്കിൽ പോലും ഈ സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന രാശി ഏതാണ് നമ്മുടെ ഉള്ളിൽ. അപ്പം വേണ്ട അങ്ങനെ ഒരു നമ്മുടെ കാര്യം ചെയ്യുമ്പോൾ ടെൻഷനാണ്. അത് വേണ്ട. പുറത്തുനിന്ന് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കൊറോണയ്ക്ക് മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിരുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ഊഹാപോഹ ഒരു പരിധി വരെ കേട്ടോ. കറക്റ്റായിട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവുമായിരിക്കും. എനിക്ക് അത്ര 100% പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ദൈവം അല്ലേ ഉള്ളൂ. ഇപ്പൊക്കെ കുറേയും കൂടി എനിക്ക് ദൈവം എല്ലാം തീരുമാനിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷെ പലർക്കും ഇപ്പൊ ഈ ജ്യോതിഷം നോക്കാൻ വരുന്ന ആളുകൾ തന്നെ ഫുൾ അതിന്റെ താല്പര്യപ്പെട്ടിട്ട് വരുന്നതായിരിക്കില്ല. അപ്പം വീട്ടിൽ നിന്നാണെങ്കിൽ മക്കളെ ചിലപ്പോൾ ഉന്തിപ്പിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പം അവരൊരുപാട് ഇങ്ങോട്ടേക്ക് ട്രിഗർ ചെയ്യുന്ന ടൈപ്പ് കാര്യങ്ങൾ പറയും. വന്നിട്ടുമുണ്ട് അങ്ങനത്തെയൊക്കെ. പ്രത്യേകിച്ചും ഈ പ്രേമവിവാഹത്തിന് അമ്മമാരാണ് വന്നിട്ട് ബഹളം ഉണ്ടാക്കുക. പക്ഷെ അത് ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെ. അവർ തീരുമാനിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാൻ, ഞാൻ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കും. ഒരു ജീവിതം മുഴുവൻ ജീവിക്കേണ്ടത് അവരല്ലേ. ഇവർ പെട്ടെന്ന് ഇവരുടെ ഒരു ചിലപ്പം ജാതിയുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം പ്രസ്റ്റീജിൻ്റെ പേരിലായിരിക്കും, അല്ല ജോലിയുടെ പേര്, എന്തിന് തന്നെ ആയാലും ഒരു ലൈഫ് മുഴുവൻ ജീവിക്കേണ്ടത് ഇവരിപ്പോൾ കുറേ കൊല്ലമായിട്ട് അറിയുന്നവരായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ ഈ 2 വ്യക്തികളല്ല അതുകൊണ്ട് വിഷമിക്കാൻ പോണേ. 2 ഫാമിലികൾ. പിന്നെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തിലേക്കും ആണ് കൊണ്ടെത്തിക്കുന്നതെങ്കിൽ 2 കുടുംബങ്ങൾ തന്നെ അതിൽ ചിലപ്പോൾ പ്രശ്നമായി വരില്ലേ. എന്തിനാ അതിനൊക്കെ പോണേ? കുട്ടികളുടെ ഇഷ്ടം നോക്കിക്കൂടെ കുറേയൊക്കെ? അതിൽ ശരിയുണ്ടെങ്കിലോ ഒന്ന് ചിന്തിക്കണം. അതെ. അപ്പം ഒരുപാട് മാം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ കണ്ടു ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുന്ന. അതെ, ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പം അതിന് മോട്ടിവേഷണൽ സ്പീക്കർ അങ്ങനെ ഒരു ഫേവറേറ്റ് ഒരാളോ അങ്ങനെ ഉണ്ടോ? ഗോപാൽദാസിന്റെ എനിക്ക് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. ഭയങ്കര ഹ്യൂമറസ് ടോക്സ് ആണ് അതൊക്കെ. അതുമല്ല നമ്മൾ തന്നെ ഹാപ്പി ആവും ശരിക്കും പറഞ്ഞാൽ. അത് കക്ഷിയുടെ ബുക്കുകളാണെങ്കിലും അതെ, വായിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഞാൻ ഏറ്റവും ഫാസ്റ്റ് വായിച്ചിട്ടുള്ളത് കക്ഷിയുടെ 2 ബുക്കുകളായിരുന്നു. പിന്നെ അങ്ങനെ ഇന്ന ആളുടേന്നില്ല കേട്ടോ. എനിക്ക് ഭാഗവതമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കും. എനിക്ക് കേൾക്കുന്നതാണ് കൂടുതലിഷ്ടം. കുറേ കൂടി മനസ്സിൽ നിൽക്കുന്നത് കേൾക്കുന്നത് തന്നെയാണ്. അതിപ്പോൾ ഒരാളുടെ അല്ല, പലരുടെയും മാറി മാറി കേൾക്കും.
ടെക്നോളജി ഒക്കെ കുറെ മാറുന്നുണ്ടല്ലോ. അപ്പൊ സിനിമയുടെ ഇപ്പൊ മാം ഫസ്റ്റ് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന ആ ഒരു ടൈം ഏതായിരുന്നു? ഈ പുതിയ ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷമാണോ? അതെ സീരിയലിലാണെങ്കിൽ ഈ മഴവിൽ മനോരമയിൽ വന്ന സീരിയലിന് വേണ്ടിയിട്ടാണ് ആദ്യം. സിനിമയിലാണെങ്കിൽ ക്ലിപ്പത്തിന്. അപ്പം ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. അതിനുശേഷമാണെങ്കിലും ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയി സ്ക്രീനിൽ കാണാം. അപ്പൊ നമ്മൾ തന്നെ അനാലിസ് ചെയ്യും, വേണ്ടായിരുന്നു, ഒന്നുകൂടെ മാറ്റണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഡയറക്ടേഴ്സ് ആക്ട്രസ് ആണ് മിക്കവാറും എല്ലാം. ഇവൻ ഇതിൽ പോലും നമ്മുടെ ആ അടുക്കളയിലെ സീനൊക്കെ ഞാൻ ജിത്തു പറഞ്ഞ പോലെ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇപ്പം ആ ചായ ഇങ്ങനെ കുടിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ശബ്ദം, അതൊക്കെ ജിത്തു തന്നെയാണ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നതുപോലെ എന്ന് പറഞ്ഞിരുന്നൊക്കെ ജിത്തു തന്നെ അവരുടെ തന്നെയാണ്. നമ്മളൊരാളെ എപ്പോഴും റോൾ മോഡലാക്കി വെക്കുമല്ലോ. അപ്പം ഏതൊരു ആക്ട്രസിനെയാണ് എനിക്ക് ഇന്നയാളെ പോലെ ആയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ളത്? അതുപോലെ എനിക്ക് ആവണം ആഗ്രഹമൊക്കെ? കൽപ്പന ഉർവശി തന്നെയാണ് എനിക്ക്. കോമഡി അങ്ങനെ ഉർവശിയുടെ ജെ ബേബി കണ്ടു കഴിഞ്ഞാൽ കോമഡി അല്ലല്ലോ, വേണ്ട, വെറുതെ നടക്കുന്ന കണ്ടാൽ മതിയല്ലോ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് നടക്കുന്ന കണ്ട അതിലുണ്ടെല്ലാം. അപ്പോൾ അതുപോലെയൊക്കെ അഭിനയിക്കാൻ പറ്റിയ വലിയ ഭാഗ്യ. ഭാവിയില് പലരും കമന്റിലൊക്കെ ഞാൻ കണ്ടിട്ട് ഭാവിയിലെ കവിയൂർ പൊന്നമ്മ മീൻസ് അങ്ങനെ ഒരുപാട് ഫേസിന്റെ അവരൊക്കെ എന്താ പറയാ, ജം എന്ന് തന്നെ പറയാം. അങ്ങനെ ആരെയും പോലെ അവരുടെ കുറച്ച് കഴിവുകൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ളത് ഇവർ രണ്ടുപേര് തന്നെയാണോ? അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇവരുടെ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഉർവശിയും കൽപ്പനയൊക്കെ ചെയ്തത്. അത് എപ്പോഴും ഓർക്കാം. പിന്നെ കാണുന്നവരൊക്കെ പറയാം അതേപോലെയാണ്, ഞാനീ കാണിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ അതേപോലെയാണെന്ന് എപ്പോഴും കാണുന്നവരൊക്കെ പറയും. അപ്പം അവരെയാണ് കൂടുതൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടില്ല. ഇപ്പൊ ഉള്ള പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെയാണ്? ഓൾറെഡി 3-4 വരാനുണ്ട്. അഭിലാഷം, പണി, അതൊക്കെ വരാനുള്ള സിനിമകളാണ് ഉള്ളതാണ്. 4 വരാനുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിംസ് 2 വരാനുണ്ട്. ഇപ്പം വന്ന് നിൽക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ കുറേ എണ്ണമുണ്ട്. ഒരുപാട് സബ്ജക്ട്സ് വരുന്ന സമയത്ത് ഇപ്പം ഡിഫറെന്റ് ജോണറൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഈ ക്യാരക്ടറൊക്കെ പിടിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ആയല്ലോ. അപ്പുറത്ത് ഭയങ്കര കോമഡി ചെയ്തിട്ട് ഇവിടെ വന്ന് ഭയങ്കര സീരിയസ് ഒക്കെ ചെയ്യുമ്പോൾ അത്ര തിരക്കൊന്നുമില്ല. അല്ല, മീൻസ് ഷോർട്ട് ഫിലിം മാത്രമല്ലല്ലോ, ഷോർട്ട് ഫിലിം ഉണ്ട്. ഷോർട്ട് ഫിലിംസിൽ ഒരുവിധം എല്ലാത്തിലും കരച്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുവരെ എല്ലാം നല്ലോണം കരയുന്നത് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം ചിരിക്കണമായിരുന്നു എന്നൊക്കെ അങ്ങനെയില്ല. ഷോർട്ട് ഫിലിംസ് എല്ലാം ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ് കിട്ടിയിരിക്കുന്നത് ഇതുവരെ. എനിക്ക് ചെയ്തതിൽ ഇഷ്ടപ്പെട്ടൊരു ഷോർട്ട് ഫിലിം ഏതാ? എല്ലാ ഷോർട്ട് ഫിലിമും എനിക്ക് ഇഷ്ടമാണ്. ഇതുവരെ ചെയ്ത എല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ്. എല്ലാം ഒരുവിധം യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റും നമുക്ക് കിട്ടേണ്ട സ്പേസും എല്ലാം ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് ആണെങ്കിലും ശരിക്കും സിനിമയെക്കാട്ടിലും എനിക്ക് ഷോർട്ട് ഫിലിംസിൽ തന്നെ കിട്ടിയത്. എല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്തത് തന്നെയാണ്. ഇപ്പം മാമിനെ എപ്പോഴും കാണുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ചോദ്യം ഹാപ്പി അല്ലേ എന്നുള്ള. പക്ഷേ എന്തായാലും എല്ലാവരുടെ ജീവിതത്തിലും ഒരു അപ്സ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ഒരു സാഡ് പോർഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് എന്താണ് മാമിനെ തിരിച്ചു കൊണ്ടുവരാൻ, ഹാപ്പി ആക്കാനുള്ളൊരു ഘടകം എന്താണ്? ഞാൻ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലത്തെ പ്രഭാഷണങ്ങൾ കേൾക്കൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഒരു കുറേ സമയം ഇതിന് തന്നെയാണ് ചിലവഴിക്കുന്നത്. ഒരു സമയത്ത് വലിയ ആഗ്രഹമായിരുന്നു ഇതേപോലൊരു സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അറിയില്ല, അത്രയ്ക്കൊക്കെ വാക്കുകളൊക്കെ കിട്ടാനുള്ള പരിചയം ഉണ്ടാവുമോ എനിക്കറിയില്ല. ഒരു പക്ഷെ ഞാനൊരു ടീച്ചർ ആവാതിരിക്കാൻ വിചാരിച്ചതും ഈ ഒരു കാരണം കൊണ്ട് തന്നെ. കുട്ടികൾ സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് ഞാൻ അതായിട്ടില്ല ഞാൻ, എനിക്ക് തന്നെത്താൻ തോന്നുന്നൊരു അത് തന്നെ. ഇപ്പം ഇതിനും ഇപ്പം എന്നോടൊരു സബ്ജക്റ്റ് തന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോന്നറിയില്ല. പഠിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, പഠിച്ചിട്ടാണെങ്കിൽ നമ്മൾ ബൈഹാർട്ട് പഠിക്കുന്ന പോലെ അല്ലല്ലോ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു വരുന്നത്. അല്ല, ആ ടോപ്പിക്കിനെ പറ്റി അത്രയും ഡെപ്തായിട്ട് കുട്ടിയെ ഇപ്പം ദർശനയൊക്കെ അല്ലെങ്കിൽ ഭാവനയൊക്കെ ഏതെങ്കിലും ഒരു അവരുടെ നാടകം ചെയ്യുമ്പോൾ ഏതെങ്കിലും ക്യാരക്ടറിനെ പറ്റിയിട്ട് ഹിസ്റ്ററിയിലെ ഏതെങ്കിലും അത് ചോദിച്ചാൽ ഞാൻ കണ്ടുപിടിച്ച് അതിനെപ്പറ്റി നോക്കിയിട്ട് പോയിന്റ് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അത് എനിക്ക് വേണ്ടി മാത്രം ഇതുവരെ അങ്ങ് നടന്നിട്ടില്ല. ഇനി നടക്കുമായിരിക്കും, അറിയില്ല. അത് മാത്രം ഡ്രീമായിട്ട് തന്നെ കിടപ്പുണ്ട്. നടക്കും. ഇപ്പോ നമ്മളിപ്പോ സിനിമയിൽ വരുന്ന ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹം മാത്രമായിരുന്നു.
ഡ്രീം തന്നെ, അതൊരു ഡ്രീമായിട്ട് തന്നെ ഇരിക്കുള്ളൂ എന്ന് വിചാരിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇപ്പൊ ഇറങ്ങുമ്പോ എല്ലാരും തിരിച്ചറിയുന്നു. അപ്പം ചേഞ്ച് ഭാവിയിലും വരാമല്ലോ. നമ്മുടെ മക്കള് നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും അമ്മമാർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവര് നമ്മുടെ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള പോലെ ആയിരിക്കും. എങ്കിൽ കൂടെ ദർശന ചെയ്ത സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ ക്യാരക്ടർ കൊള്ളാം, അത് അവള് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതാ? ഫൈറ്റ്. അല്ല, ഫൈറ്റിനെക്കാട്ടിലും എടുത്ത ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് അതേപോലെ കിട്ടിയിട്ടുണ്ട് ആ സിനിമയിൽ. പിന്നെ അവൾ ചെയ്ത് സെലക്ട് ചെയ്യുന്നതെല്ലാം എനിക്കെല്ലാം അവളുടെ ചെയ്തത് ഇഷ്ടം. ഹൃദയം എനിക്ക് നല്ല ഇഷ്ടമാണ്. അവളുടെ പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ പാട്ടാണ് റിംഗ്ടോൺ വെച്ചിരുന്ന കുറേ നാളതായിരുന്നു. പിന്നെ ഡിയർ ഫ്രണ്ട്, അതിനകത്ത് ആ ഒരു അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതെനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് എല്ലാ പാരഡൈസ് ശരിക്കും പറഞ്ഞാൽ റോഷൻ്റെ ഏതേ ദർശനയുടെ ഏതേ ആ സിനിമ വണ്ടർഫുൾ ഫിലിം. അതിപ്പോ ആൾക്കാർ ഇങ്ങനെ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര രസമാട്ടോ ആ സിനിമ. ഭാവനയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തിയേറ്റർ സിനിമയുടെ ആക്ടിങ്ങും തിയേറ്ററിന്റെ ആക്ടിങ്ങും ഭയങ്കര ഡിഫറെന്റ് ആണ്. മറ്റേത് കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആണ്. അപ്പൊ അതിന്റെ ഇതിലേക്ക് പോകുന്ന സമയത്ത് മാം നാടകം ചെയ്തിരുന്നില്ല, അപ്പൊ അതിനെങ്ങനെയാ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഭാവനയെക്കാട്ടിലും ഒരുപാട് ലൗഡാണ് നാടകം. നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ആളും ബാക്കിലിരിക്കുന്ന ആളും ഒരേപോലെ അത് കേൾക്കാൻ പാകത്തിനായിരിക്കും. അത്രയും നമ്മുടെ ഫേസും എക്സ്പ്രഷൻസും സൗണ്ടും അത്രയും ലൗഡായിട്ട് തന്നെയാണല്ലോ നമ്മൾ കാണിക്കുന്നത്. ഭാവന ഓൺ സ്റ്റേജ് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇവർ രണ്ടുപേരും കേട്ടോ, ദർശനയുടെ അതെ, പിന്നെ കണ്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സിനിമയിലെ പോലെ ഒറ്റ ഇതിൽ ഡയലോഗ് ഇത്രയല്ലല്ലോ, ഒരു ഫുൾ നാടകം നമ്മൾ പറഞ്ഞെത്തിക്കേണ്ടത്. അപ്പോൾ എനിക്കെന്നെ ഇപ്പം ആലോചിക്കാൻ ഞാൻ പണ്ടിങ്ങനെ ചെയ്തിരുന്നതെന്ന് ഇപ്പം എന്നോട് പറഞ്ഞാൽ പറ്റില്ല. ചിലപ്പോൾ പ്രായത്തിൻ്റെ വ്യത്യാസമായിരിക്കും. പക്ഷെ നാടകങ്ങൾ ഒരാഴ്ച ഓടുന്ന ഒരു നാടകമാണെങ്കിൽ ഇന്ന് കണ്ട പോലെ അല്ല നമ്മൾ നാളെ കാണുക. നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളാണ് അതിനകത്ത്. അപ്പം ടുവേർഡ്സ് ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ വ്യത്യാസം അതായിരിക്കാം ഭാവന നാടകം എന്ന് തന്നെ പറയുന്നത്. കുട്ടിക്കാലത്തെ നമ്മളിപ്പോൾ നമ്മളൊക്കെ ദർശനെ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ദർശന ഭയങ്കര ബോൾഡാണ്. ഇപ്പം ഭാവനയുടെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര ബോൾഡാണ്. കുട്ടിക്കാലത്തെ ഇവർ ഇതേപോലെ ഒരു ബോൾഡ് അല്ലെങ്കിലും സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. നമുക്ക് യാതൊരു ബോധറേഷൻസും ഇല്ലായിരുന്നു. ആദ്യം ആകെ ഭാവനയെ മാത്രം ഒരു കണക്ക് പഠിപ്പിക്കാനും മലയാളം പഠിപ്പിക്കാനും ഒരു ശ്രമമൊക്കെ നടത്തി. അവിടെ 4th സ്റ്റാൻഡേർഡ് 5th മലയാളം തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഭാവനയും ഞാനും കൂടെ വെറുതെ ആവശ്യമില്ലാതെ വഴക്കണ അവസാനം നിർത്തി. അവരെന്താ വെച്ചാൽ കിട്ടുന്ന മാർക്ക് മതി, അങ്ങനെയാണ്. അപ്പൊ മാം ഓഡിഷനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു തരും, അമ്മ ഇങ്ങനെ ചെയ്യണം, കുറച്ച് ഇൻസ്ട്രക്ഷൻ അതൊന്നും പറഞ്ഞില്ല. അവനോന്റെ എല്ലാരും അവനോന്റെ ചെയ്താൽ മതി അഭിപ്രായങ്ങൾ പടം കണ്ടിട്ട് പറയും, അത് കഴിഞ്ഞിട്ടേ പറയുള്ളൂ. ഓക്കെ. അപ്പൊ മാം ഇപ്പോഴും ഡാൻസ് ഒക്കെ തുടരുന്നുണ്ടോ? ഇല്ല. ദർശന ഗ്രിഗോറിയനിലാണ് ഇവിടെ ലാസ്റ്റ് പഠിച്ചിരുന്ന സ്കൂള്. അപ്പോൾ അവളുടെ സ്കൂള് കഴിയുന്നത് വരെ ആ സ്കൂളിൽ നിന്നുള്ള ചെറിയ പ്രോഗ്രാംസിന് നമ്മൾ കൊണ്ടുപോകാറുണ്ടായിരുന്നു. പിന്നെ ഒരു ഡാൻസിനൊക്കെ ഒരു ക്യാരക്ടർ വന്നാൽ എന്ത് ചെയ്യും? ഡാൻസ് സിനിമയിൽ വന്നാൽ ചെയ്യും. ടീച്ചറായിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പോർഷൻസ് അതൊക്കെ ചെയ്യും. അതിന് കുഴപ്പമില്ല, റെഡിയാണ്. അപ്പൊ എന്തായാലും ഇപ്പോഴുള്ള പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. നമുക്കിനി പുതിയ പടങ്ങളുടെ ഭാഗമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം, കാണാം. അപ്പൊ നമുക്ക് ഫാമിലി ആയിട്ട് നമുക്ക് ഓണത്തിനൊക്കെ അടിച്ചു പൊളിക്കാം, സെറ്റാവാം. ഓണത്തിന് നമുക്ക് സെറ്റാക്കാം. താങ്ക് യു സോ മച്ച്.